മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. കൊട്ടേഷൻ സംഘം ഉപയോഗിച്ചത് അത്യാധുനിക സംവിധാനങ്ങളാണെന്ന് പോലീസ് കണ്ടെത്തി. ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും പോലീസ് ആവശ്യപ്പെട്ട സമയം പൂർത്തിയായതിനു പിന്നാലെ പ്രവാസിയുടെ ബന്ധു സിയാസിനെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ വ്യവസായി VP മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനു പിന്നാലെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. മുഹമ്മദ് അലിയുടെ പിതാവിന്റെ സഹോദരപുത്രൻ മലപ്പുറം പൂങ്ങോട് PDക്കൽ വീട്ടിൽ സിയാസിനെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകാനുള്ള ആസൂത്രണം മുതൽ കൃത്യം നടപ്പിലാക്കിയതുവരെ പോലീസിന് പരിചയമില്ലാത്ത രീതികളാണ് കൊട്ടേഷൻ സംഘവും കൊട്ടേഷൻ നൽകിയവരും പിന്തുടർന്നത്. ഇതിനുവേണ്ടി വിവിധ ആപ്ലിക്കേഷനുകളാണ് ഇവർ ഉപയോഗിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കുറ്റകൃത്യം നടപ്പാക്കുന്നതിൽ വിദേശത്തുള്ളവർക്കുള്ള ബന്ധം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ്. കേസിൽ ഇനിയും ചിലർ പിടിയിലാകാനുണ്ട്. ഡിസംബർ 6 മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ ഒരു സംഘം തോക്ക് ചൂണ്ടി തിരുമിറ്റക്കോട്ട് നിന്ന് തട്ടിക്കൊണ്ടുപോയത്. മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന ആഡംബരക്കാർ പിന്തുടർന്ന് ആക്രമിച്ച ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. ആദ്യം കൊട്ടേഷൻ സംഘത്തിലെ ചിലരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നു. തുടർന്നുള്ള അന്വേഷണമാണ് ഉദ്യോഗസ്ഥരെ മുഹമ്മദ് അലിയുടെ വ്യവസായ സംരംഭങ്ങൾ നോക്കി നടത്തിയിരുന്ന ബന്ധുവിലേക്ക് എത്തിച്ചത്. സിയാസിനെ സംരംഭങ്ങളിൽ നിന്ന് മാറ്റിയതിന്റെ വൈരാഗ്യത്തിന് പുറമെ മോചനദ്രവ്യം കൂടി ലക്ഷ്യമിട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകലെന്നായിരുന്നു കണ്ടെത്തൽ. 70 കോടി രൂപയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നത്. കോതകുരിശിയിൽ കൊട്ടേഷൻ സംഘം പാർപ്പിച്ചിരുന്ന വീട്ടിൽ നിന്ന് മുഹമ്മദ് അലി സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു. കൊട്ടേഷൻ സംഘാംഗങ്ങൾ മദ്യപിച്ചുറങ്ങിയ ഘട്ടത്തിലായിരുന്നു രക്ഷപ്പെടൽ. സിയാസ് ഉൾപ്പെടെ കേസിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ 15 പേർ ഇതിനകം പിടിയിലായിട്ടുണ്ട്. ശരീരമാകെ പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിലായത്. ന്യൂസ് മലയാളം, പാലക്കാട്.